മോനോ അമ്മച്ചി വഴക്ക് പറയുന്ന കേട്ടേ പാലെ ജോലിക്ക് പോയ മോന്റെ ചാച്ചനെ 4 ദിവസം കഴിഞ്ഞിട്ട് മോനെ കാണാൻ വരുന്നുണ്ടടാ. എന്റെ പൊന്ന് സിസ്റ്റർ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. ഒരു 4 മിനിറ്റ് എന്റെ ഭാര്യത്തെ ഒന്ന് സംസാരിച്ചോട്ടെ. ഷോഫേ വന്നിട്ടേ വന്നോ? എന്താ പരിപാടിയാണ് കാണിച്ചത്? 4 ദിവസം പണിക്കും പോയിട്ട് കൈ വീശി കയറി വന്നാ? ഇടി പണിയൊന്നും ഇല്ലടി. മടിച്ചിരുന്നാ പറ്റത്തില്ല, തേടി പിടിക്കണം. ഹലോ ഭാര്യ, ഈ സിംഹം വേട്ടയാടാറില്ല, ഇരകൾ താനെ മുന്നിൽ വരും. ഓ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഒരു ദിവസം കേൾക്കേണ്ട വരും ഈ സിംഹം പട്ടിണി കിടന്ന് ചത്തെന്ന്. അയ്യോ എടി എനിക്ക് ഭയങ്കര നടുവേനായിടി. ഒന്ന് തടവണം എനിക്ക്. വൈദ്യശാലി പോയി തടവില്ല അണ്ണാ? അയ്യോ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി ഗോവ ചെന്ന് തടവിക്കോളാം. നിങ്ങളെ അസുഖം നടുവനല്ല, മനസ്സിലായി വരുന്നുണ്ട്. കൊച്ചെപ്പോഴും നിങ്ങളെ തിരക്കും. എടി ഈ കൊച്ചപ്പഴം പൂവൻ പഴം ഒക്കെ എടുത്ത് മണ്ടേ വെക്കണം. പിന്നെ എന്തിനാ നീ തിരക്കാൻ പോണത്? കൊച്ചുപഴവും പൂവുമ്പഴവും ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ കൊച്ചു എപ്പോഴും തിരക്കും, പോകുമ്പോഴും തിരക്കും. ആ വാഷ്ട് 4 ദിവസം പ്രായമുള്ള ഈ കൊച്ചു എന്നെ തിരക്കാൻ നിൽക്കുന്നെന്ന്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊറി. പരിചയപ്പെടുത്തി തരാം. എന്റെ ഓഡിയോ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, വീഡിയോ കണ്ടിട്ടില്ലല്ലോ. ഭീഷണി എന്നെ വിശദമായിട്ട് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്താണ്. അതെ. ഹലോ കൊച്ചി, നിരവധി പണിസൈറ്റിലെ സുഹൃത്തിനായ കലാകാരൻ, നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, ഈ കൊച്ചിന്റെ സ്വന്തം തന്റെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു മധു അഞ്ചൽ. കഴിഞ്ഞ നിന്റെ കുന്തളിപ്പ് ഒരു 500 രൂപ തന്നാൽ ഞാൻ എം.എൻ. നമ്പിയുടെ ഫിഗറൂടെ കാണിക്കാം. ഞാൻ സംസാരിക്കാം. മക്കള് വിട്ട് അറിയോ, പറഞ്ഞു വരുമ്പോ നിന്റെ അച്ഛനായിട്ട് വരും. അച്ഛനായിട്ട് വരുമെന്നോ? കുഞ്ഞിന്റെ അച്ഛനല്ലേ മനുഷ്യ? ഇത് ഞങ്ങൾ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളടി, ഒന്ന് മിണ്ടായിരടി. മക്കളെ യാത്രയൊക്കെ സുഖമായിരുന്നു? പിന്നെ ആ വിസിറ്റിംഗ് വിസയിൽ മലേഷ്യക്ക് പോയിട്ട് വന്ന് കിടക്കില്ലേ? ഞങ്ങൾ നീ ഇടയ്ക്ക് സംസാരിക്കല്ലേ. ഇത്രയും നേരം നിങ്ങൾ വന്നിട്ട് കുഞ്ഞിന്റെ മുഖം ഒന്ന് നോക്കിയോ, നമ്മൾ ആരെ വിട്ടായിരിക്കുന്നതെന്ന്? അയ്യോ അത് ഞാൻ നോക്കില്ല ഏട്ടാ, നോക്കട്ടെ. അതല്ല, ഇത് എന്നെ പോലെ ഇരിക്കുവാ. പിന്നെ നിങ്ങളെ പോലെ ഇരിക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ പ്രദീപിനെ പോലെ ഇരിക്കണോ? മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, 6 മാസം അകത്ത് കിടന്നാലും വേണ്ടില്ല ഇതുപോലെയുള്ള പന്ന ഭർത്താവ് തല അടിച്ചാൽ മുടിക്കും. ദൈവമേ, എവളെ എന്ന് കെട്ടിയോ അന്നെന്റെ കഷ്ടകാലം തുടങ്ങി. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോണ്ടിരുന്നിട്ടേ എന്നെ വാ വാ എന്ന് വിളിച്ചിട്ടില്ലേ ഞാൻ ഇറങ്ങി വന്നത്? ആര് നിന്നെ വാവാന്ന് വിളിച്ച്? ഞാൻ രാവിലെ ഷർട്ട് കഴുകിട്ട് അയ്യൽ ഇങ്ങനെ ഇട്ട് തന്നെ ഇറങ്ങി വന്നാലേ നീ ഇറങ്ങി വന്നല്ലേ നീ? ഇറങ്ങി വന്നാലെന്താ? എന്റെ അച്ഛൻ നിങ്ങൾ ശ്രീധര പൈസ കൊണ്ട് കൈ കൊണ്ട് തന്നില്ലേ? അയ്യോ അതിന് ശ്രീധരനൊന്നും പറയില്ലേ. പിന്നെ ഒരു വീട്ടിൽ നിന്ന് വാതയെ ഒഴിക്കുമ്പോ നമ്മുടെ മന്ത്രവാദിക്ക് ഒരു ദക്ഷിണ കൊടുക്കും, അത് മതി കേട്ടാ. നിങ്ങൾ ഇതല്ലേ നിങ്ങൾ ഇതിന്റെ അപ്പുറം പറഞ്ഞു. നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു? എനിക്ക് എന്നാ കുഴപ്പം? എനിക്ക് പ്രസവ സമയത്ത് ബ്ലഡ് വേണമായിരുന്നു, അത് സന്തോഷം എനിക്ക് ബ്ലഡ് തന്നത്. അയ്യോ ആരുടെ ഔദാര്യം നമുക്ക് വേണ്ട. ആ സന്തോഷിന് ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കൊടുക്കും. അവ സ്പൂണിലല്ല തന്നത്, കുപ്പിയില. നീ എന്നെ ഊതല്ലേ എന്റെ പൊന്നുമോളെ? അയ്യോ ഞാൻ ഊതുന്നില്ലേ, കുപ്പിന്ന് വന്ന കാറ്റ് പോലും നിങ്ങൾക്ക് ഓക്കി കൊടുക്കാറ്റ. പിന്നെ ഇത് അതെല്ലാം കള. പ്രസവിച്ചപ്പോഴേ ഇവന്റെ നാള് നോക്കിയെന്നാ അശ്വതിയായിരുന്നു. അശ്വതി ഭരണി. അയ്യോ എടി, ഒരു ദിവസം കൂടെ നീ കാത്തിരുന്നെങ്കിൽ നിനക്ക് ഭരണി പ്രസവിച്ചുകൂടായിരുന്നോ? ഭരണി പ്രസവിക്കാൻ ഞാൻ പല്ലിയ പാറ്റൊന്നും അല്ല. എടാ നീ ഒന്ന് മിണ്ടാതിരി. എടാ നിന്റെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ ഒരു അച്ഛന്റെ വേദന നിനക്ക് മനസ്സിലാവും, അറിയോ? ചാച്ചൻ പറഞ്ഞ കേക്കടാ പൊന്നെണ്ണ. സംഭവം അറിഞ്ഞാ വടക്കലെ രഘുവിന്റെ കല്യാണത്തിനെന്ന് ആദ്യ രാത്രിക്ക് അവനൊരു മെസ്സേജ് വന്നുള്ള ഫോണില്. 101 പേർക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവൻ തകർന്നു പോകുന്നു. അയ്യോ ഈ ചെറുക്ക ഇതും കേട്ടോ ടർസിന്റെ മണ്ട കയറിയണ്ടല്ലോ, കാണുന്നവർക്കെല്ലാം ഈ മെസ്സേജ് അങ്ങ് അയച്ചു കൊടുത്ത്. എന്നിട്ട് അവൻ താഴെ വന്നപ്പോഴോ ഈ കൊച്ചി പന്തലുകാരന്റെ കൂടെ ഒളിച്ചോടി പോയെണ്ണ. അവൾ എന്നാ പണിയാടി കാണിച്ചേ? കൊച്ചിന്റെ കുഴപ്പമൊന്നും അല്ലെണ്ണ. അണ്ണാ 101 പേർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടേ അവൻ 99 പേർക്ക് അയച്ചു കൊടുത്തുള്ളൂ. ദൈവഭാവമായിരിക്കും ഇല്ലണ്ണാ. ദൈവഭാവം. ഇനി നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് വാ. അവൻ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അത് വേണോ? അവൻ നല്ല പെണ്ണിന് കെട്ടിച്ചു കൊടുക്കണ്ടേ? അത് വേണോ? അപ്പൊ എന്റെ പെങ്ങളുടെ മോളെ കൊണ്ട് അവൻ കെട്ടിക്കാം. നിങ്ങൾ പെങ്ങളെ കല്യാണം കഴിച്ചതാണോ? ഇല്ലടി, വല്ല പയ്യന്മാരും ഉണ്ടോ? ഞാൻ ഈ ബ്രോക്കർ പണി കൂടെ അങ്ങ് തുടങ്ങാം. ശരി, അവന്റെ കല്യാണം ഞാൻ നടത്തി തരാം. പക്ഷെ കിടുക്കാച്ചൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണം നമ്മുടെ കല്യാണം. അതെന്തായാലും വേണോ? ആഡിറ്റോറിയത്തിൽ നടത്തുന്നൊക്കെ കൊള്ളാം. മുഹൂർത്ത സമയത്ത് നിങ്ങളും കൂട്ടുകാരും പോയി മദ്യം കഴിച്ചേക്കാം. എന്റെ മോന്റെ കല്യാണം അല്ലോടി, 2 പെഗ് ഞാൻ കഴിച്ചോട്ടെ. നിങ്ങൾ ഇപ്പം കഴിച്ചോ? സത്യം പറ, ഇപ്പം കഴിച്ചില്ലേ മനുഷ്യ? സത്യം പറ, നൂതിയെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ മനുഷ്യ. എടി അത് അവന്റെ നിശ്ചയത്തിന് കഴിച്ചതാ, കല്യാണത്തിന്
സത്യം. നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുന്നത് എനിക്ക് തട്ടായിട്ടുള്ള ചുരിദാർ തന്നെ വേണം. ഇത് നിന്റെ പ്രസവത്തിന്റെ അരങ്ങേറ്റമല്ല, എന്റെ മോന്റെ കല്യാണമാണ്. എങ്ങനെയെങ്കിലും ഒരു പാചകക്കാരൻ ഒപ്പിക്കാൻ നോക്കുമ്പോഴാണ് നമ്മ കുടുംബശ്രീ പെണ്ണുങ്ങളെ വിളിച്ചാലെണ്ണ. ഇത് വാചകത്തിനല്ല, പാചകത്തിനാണ് ഞാൻ ആളെ കൂട്ടുന്നത്. അറിയാമോ? ഇടിഞ്ഞു വന്നേ. ഇപ്പൊ നമ്മുടെ മോനെ നമ്മൾ കിടുക്കാച്ച് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞെണ്ണ 3-4 ദിവസം കഴിയുമ്പോ അവന്റെ കല്യാണവും നടക്കും. എടി ശോഭേ, നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോടി? ഒരു അമ്മ ഇതിക്കുള്ള എന്തോന്ന് ചെയ്യാനെണ്ണ? നീഞ്ഞു പോന്നെ. എടി, അവന്റെ കല്യാണം കഴിഞ്ഞ് താലി കെട്ടുന്ന സമയത്ത് ആ പെണ്ണിന്റെ പുറകിൽ നിന്ന് താലി പിടിച്ച് കെട്ടാൻ അവനൊരു കുഞ്ഞു പെങ്ങള് വേണ്ടേ? അത് വേണോണ്ണ. അതിന് എന്റെ പ്രത്യേക ഐഡിയ ഒക്കെ ഉണ്ട്. കൈയ്യട്. അപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞു വന്ന ഇതിനു വേണ്ടിയായിരുന്നില്ലേ? ഓഫ് കോഴ്സ്. താലികെട്ടൊക്കെ അവിടെ നിക്കട്ടെ മനുഷ്യ, ആദ്യം ഇതിന്റെ ഒരു നൂലുകെട്ട് നടത്ത്. സൈലൻസ്. ഉണ്ടല്ലേ? എന്തുകൊണ്ടാ? ആ നേഴ്സ് പറഞ്ഞ 4 മിനിറ്റ് കഴിഞ്ഞ്. ആണാ?